Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumodh. And guys, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ബെസ്റ്റ് AM4 അല്ലെങ്കിൽ AMD സപ്പോർട്ട് ചെയ്യുന്ന മദർബോർഡ്സിനെ കുറിച്ചാണ്. ലാസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തത് ബെസ്റ്റ് എയർഫ്ലോ ക്യാബിനറ്റ്സിനെ കുറിച്ചാണ്. സോ ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇനി വരുന്നതായിരിക്കും. ബെസ്റ്റ് മദർബോർഡ്സ് ഉണ്ട്, ബെസ്റ്റ് പവർ സപ്ലൈ, ബെസ്റ്റ് മോണിറ്റേഴ്സ്. സോ ഇതുപോലത്തെ ബെസ്റ്റ് സംഭവങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് കുറച്ച് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബെസ്റ്റ് AMD മദർബോർഡ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. തുടങ്ങാം. സോ ഒരു പി സിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ മദർബോർഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ്. മദർബോർഡ് ഒരു പി സിയുടെ ബാക്ക് ബോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എല്ലാ കോമ്പണൻസും നമ്മൾ കണക്ട് ചെയ്യുന്നത് മദർബോർഡിലാണ്. സോ നല്ലൊരു ലോങ് ലൈഫ് പി സി ആൻഡ് സ്റ്റേബിൾ പി സി നമുക്ക് വേണമെങ്കിൽ നല്ലൊരു മദർബോർഡ് ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യണം. സോ ഇപ്പോൾ മദർബോർഡ്സ് നോക്കുവാണെങ്കിൽ പല ചിപ്സെറ്റിൽ അവൈലബിൾ ആണ്, പല റേഞ്ച് അവൈലബിൾ ആണ്, പല പ്രൈസ് കാറ്റഗറിയിലും പല ഡിഫറെൻറ്റ് ഫീച്ചേഴ്സും സ്പെക്സും ഉള്ള മദർബോർഡ്സ് അവൈലബിൾ ആണ്. സോ പലർക്കും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും, ഏത് മദർബോർഡ് എടുക്കണം, ഏത് മദർബോർഡ് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബിൽഡിന് നല്ലത് എന്ന് പല കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകും. ഇപ്പം മാർക്കറ്റിലുള്ള പ്രോസസ്സേഴ്സ് AMD സൈഡ് നോക്കുവാണെങ്കിൽ Ryzen 3000 Ryzen 5000 ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇന്റൽ സൈഡ് നോക്കുവാണെങ്കിൽ ഇന്റൽ 9th ജനറേഷനും ഇന്റൽ 10th ജനറേഷനും ആണ്. ഇന്റലിന്റെ എന്തായാലും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് AMD മദർബോർഡ്സിനെ കുറിച്ചാണ്. സോ AMD മദർബോർഡ്സിലും നമുക്ക് ഇപ്പോൾ ഉള്ള മദർബോർഡ്സ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ചിപ്സെറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് A320, A520, B550, X470, B550 ആൻഡ് X570 ആണ്. X570 നോക്കുവാണെങ്കിലും ഹയർ ഗ്രേഡ് ചിപ്സെറ്റ് ആണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. കുറച്ചുകൂടെ എക്സ്പെൻസീവ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹൈ കാറ്റഗറി ബിൽഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ X570 ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. നോർമൽ ഒരു മിഡ് റേഞ്ച് ലോ എൻഡ് ഒക്കെ X570യുടെ ആവശ്യമൊന്നുമില്ല. ഓൾസോ അപ്ഗ്രേഡബിലിറ്റി നോക്കുവാണെങ്കിലും ഫ്യൂച്ചറിൽ ബോർഡ്സ് ചേഞ്ച് ആവുന്നതായിരിക്കും. സോ അതുകൊണ്ട് ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈസ് കൂടിയ X570 ബോർഡ് എടുക്കുന്നത് ജസ്റ്റ് മീനിങ്ലെസ് ആയിരിക്കും. പിന്നെ A320 ചിപ്സെറ്റ്, A320 എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ചിപ്സെറ്റ് ആണ്. സോ ഏറ്റവും ലോ ബഡ്ജറ്റ് ബിൽഡ് അല്ലെങ്കിൽ APU ബേസ്ഡ് ബിൽഡ്സിന് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതും നിങ്ങൾ ഫ്യൂച്ചറിൽ വലിയ അപ്ഗ്രേഡ്സ് ഒന്നും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം. ആൻഡ് ഓൾസോ ഇതിൽ ഓവർ ക്ലോക്കിംഗ് സപ്പോർട്ട് ഒന്നുമില്ല, ചീപ്പായിട്ടുള്ള VRMs ആണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ A320 പറയത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതും മാറ്റി വെക്കാം. സോ B450 നോക്കുവാണെങ്കിൽ ഇൻ കേസ് നിങ്ങളുടെ മദർബോർഡിന്റെ ബഡ്ജറ്റ് 8000 റുപ്പീസിന് താഴെയാണെങ്കിൽ മാത്രമേ B450യും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം ഇൻ കേസ് 8000 റുപ്പീസിന് മേലെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ B550 സീരീസിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം B550യുടെ പ്രൈസസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, 8000 റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് പ്രൈസ്. സോ 8000 റുപ്പീസ് ആണ് നിങ്ങളുടെ പ്രൈസ് അല്ലെങ്കിൽ മദർബോർഡിന്റെ ഒരു ബഡ്ജറ്റ് എങ്കിൽ B550ലോട്ട് മാറുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് B450. സോ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 6000 to 7000, 7500 മാത്രമാണെങ്കിൽ B450 എടുക്കുന്നതായിരിക്കും നല്ലത്, Ryzen 3000 പ്രോസസ്സർ യൂസ് ചെയ്യാൻ. ഇനി B550 ചിപ്സെറ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇൻ കേസ് നിങ്ങളുടെ ബഡ്ജറ്റ് 8000 റുപ്പീസും ഒരു 15,000 to 16,000 ആ റേഞ്ചിലാണ്, 8,000 to 16,000 ആണെങ്കിൽ മാത്രം B550 എടുത്താൽ മതി. 16,000 മേലെ ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾ ഹെവി ബിൽഡ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ X570 നോക്കാം. ഇതിൽ Ryzen 3000 ഓർ Ryzen 5000 ബേസ്ഡ് ബിൽഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ ആൻഡ് ബഡ്ജറ്റ് 8,000 to 6,000 ആണെങ്കിൽ B550 ചൂസ് ചെയ്യാം. A520 എന്ന് പറയുന്നതും A320യുടെ ഒരു നെക്സ്റ്റ് ലെവൽ മദർബോർഡാണ്. കുറച്ചുകൂടെ ബെറ്റർ VRMs ആണ് A520യിൽ വരുന്നത് ആൻഡ് കുറച്ചുകൂടെ ബെറ്റർ ഫീച്ചേഴ്സ് ഉണ്ട് A520യിൽ. എക്സെപ്റ്റ് ഓവർ ക്ലോക്കിംഗ് ഇതിലും പറ്റത്തില്ല. സോ ഓവർ ക്ലോക്കിംഗ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 5500 to 6000 റേഞ്ച് ഓർ 6500 റേഞ്ച് ആണ് മദർബോർഡിൻ്റെ എങ്കിൽ A520 നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ എന്നാലും കുറച്ച് കാശിട്ട് ഒരു B450 എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നാലും ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റ് ആണെങ്കിൽ A320 എടുക്കാതെ A520 എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ A520 എടുക്കുമ്പം APUs ഇതിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. 3200G ഓർ 3400G അല്ലെങ്കിൽ കേസ് ഫ്യൂച്ചറിൽ 5000 സീരീസിന് APUs വരുന്നുണ്ടെങ്കിൽ അത് ഇതിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. സോ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്നത് Ryzen 3100, 3300X, 3500, 3600യും സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്നാലും ഒരു A520 ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, B550 എടുക്കുന്നതായിരിക്കും 3600ക്ക് നല്ലത്. സോ A520യുടെ കൂടെ 3100, 3300X ആൻഡ് 3500 നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. സോ ഇതാണ് കുറച്ച് ഇൻ ജനറൽ ആയിട്ട് ഏത് ചിപ്സെറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രിഫർ ചെയ്യാമെന്നുള്ള ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പല കാറ്റഗറി വൈസ് ബെസ്റ്റ് മദർബോർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് B450 ചിപ്സെറ്റ് നോക്കാം. പറയുന്ന മദർബോർഡിന്റെ സീരീസ് ആക്ച്വലി ഒരു ലോവർ ബഡ്ജറ്റ് ബിൽഡിന് ഏറ്റവും ബെസ്റ്റ് സീരീസ് ആണ്. ഞാൻ പറയുന്നത് ഗിഗാബൈറ്റിന്റെ DS3H മോഡൽ. ഗിഗാബൈറ്റിന്റെ DS3H മോഡൽ B550 ആയാലും B450 ആയാലും ഈവൻ ഇന്റലിന്റെ B460 ആയാലും അല്ലെങ്കിൽ B365 ഒക്കെ ആയാലും ഗിഗാബൈറ്റിന്റെ DS3H എന്നുണ്ടെങ്കിൽ അത് ബഡ്ജറ്റ് റേഞ്ചിൽ ബെസ്റ്റ് മദർബോർഡ് ആയിരിക്കും. സോ B450യിൽ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് മദർബോർഡ്സ് എന്ന് പറയുന്നത് ഗിഗാബൈറ്റിന്റെ
Gigabyteന്റെ B450M DS3H ഇത് രണ്ട് മോഡൽസ് അവൈലബിൾ ആണ്, വൈഫൈ ഉള്ളതും വൈഫൈ ഇല്ലാത്തതും. അപ്രോക്സിമേറ്റ്ലി 7000 റേഞ്ച് ആണ് ഇതിന്റെ പ്രൈസിംഗ് വരുന്നത്. നെക്സ്റ്റ് MSIയുടെ B450M Pro VDH ഇതും B450 സീരീസിൽ നല്ല മദർ ബോർഡാണ്. അത്യാവശ്യം 4 ഡിം സ്ലോട്ട്സ് വരുന്നുണ്ട് ആൻഡ് ചെറിയ ഹീറ്റ് സിങ്കും കൊടുത്തിട്ടുണ്ട് VRM ഏരിയയിൽ. സോ അത്യാവശ്യം ചെറിയ ഓവർക്ലോക്കിംഗ് ഒക്കെ ഇതിൽ ഈസിലി ചെയ്യാൻ പറ്റും. സെയിം ടൈം B450ൽ വേറൊരു മദർ ബോർഡ് ആസ്റോക്കിന്റെ B450M സ്റ്റീൽ ലെജൻഡ് ആണ്. സ്റ്റീൽ ലെജൻഡ് സീരീസ് ആണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ബാക്കിലുള്ളത്. ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് മദർ ബോർഡ് ആണ് ആസ്റോക്കിന്റെ B450M സ്റ്റീൽ ലെജൻഡ്. ഇതും അപ്രോക്സിമേറ്റ്ലി അണ്ടർ 8000 റുപ്പീസ് പ്രൈസ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിലും ഹീറ്റ് സിങ്സ് നോക്കുവാണെങ്കിൽ VRM ഏരിയയിൽ നല്ല വലിയ ഹീറ്റ് സിങ്ക് ആണ് വരുന്നത്. ഓൾസോ വി കോർ പോർഷനിൽ ടോപ്പിൽ അത്യാവശ്യം നല്ല ഡീസന്റ് VRM വരുന്നുണ്ട്. സോ നല്ലപോലെ ഓവർക്ലോക്കിംഗ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് മദർ ബോർഡ് ആണ് ആസ്റോക്കിന്റെ B450 സ്റ്റീൽ ലെജൻഡ്. സ്റ്റീൽ ലെജൻഡും ആക്ച്വലി ഏതൊരു കാറ്റഗറി അല്ലെങ്കിൽ ഏതൊരു ചിപ്സെറ്റിലും ബെസ്റ്റ് മദർ ബോർഡ്സ് ആണ്. അതിപ്പം ഇന്റൽ ആയാലും AMD ആയാലും B450 ഓർ B550 ആയാലും X570 ആയാലും ഇന്റലിന്റെ B460 ഓർ XZ490 ആയാലും സ്റ്റീൽ ലെജൻഡ് ആസ്റോക്കിന്റെ സ്റ്റീൽ ലെജൻഡ് സീരീസ് എന്ന് പറയുന്നത് കുറച്ച് ബിൽഡ് ക്വാളിറ്റി കൂടിയ നല്ല റിലയബിൾ ആയിട്ടുള്ള മദർ ബോർഡ് സീരീസ് ആണ്. അതേപോലെ കുറച്ച് ലോവർ കാറ്റഗറി മദർ ബോർഡ്സ് ഇൻ കേസ് നോക്കുന്നുണ്ടെങ്കിൽ ഗിഗബൈറ്റിന്റെ B450M S2H മോഡൽ നല്ലതാണ്. MSIയുടെ B450M Pro M2 മോഡൽ നല്ലതാണ്. M2 മോഡലിന്റെ മാക്സ് വേർഷനും അവൈലബിൾ ആണ്. മാക്സ് എന്ന് പറയുന്നത് അതിൽ തേർഡ് ജനറേഷന് വേണ്ടി അപ്ഡേറ്റഡ് ബയോസ് ആയിരിക്കും വരുന്നത്. ആൻഡ് ഇമ്പോർട്ടന്റ്ലി ലോവർ കാറ്റഗറി എന്തായാലും അസ്യൂസിന്റെ മദർ ബോർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. അസ്യൂസിന്റെ പ്രൈം മോഡൽസ്, കാരണം അത്ര വലിയ ക്വാളിറ്റി ഉള്ള മദർ ബോർഡ്സ് അല്ല അസ്യൂസിന്റെ പ്രൈം മോഡൽസ്. ഏറ്റവും ബെസ്റ്റ് ഗിഗബൈറ്റിന്റെ ഞാൻ ഈ പറഞ്ഞ രണ്ട് മോഡൽസ് ആയിരിക്കും. കാരണം കൂടുതൽ മോഡൽസ് ഇപ്പം അവൈലബിൾ അല്ല. B450യുടെ ചെറുതായിട്ട് സ്റ്റോക്ക് കുറഞ്ഞു വരുന്നുണ്ട്. കാരണം കൂടുതലും B550 ആണ് AMD പ്രൊമോട്ട് ചെയ്യുന്നത്. സോ B450യുടെ കുറച്ച് ഇപ്പം നല്ലപോലെ അവൈലബിൾ ആയിട്ടുള്ളതും നല്ല പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് മോഡൽസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി B450യിൽ തന്നെ കുറച്ചുകൂടെ നല്ല മോഡൽസ് ആണ് MSIയുടെ B450 Tomahawk മോഡൽ, അല്ലെങ്കിൽ MSIയുടെ B450 കാർബൺ AC മോഡൽ ഓർ ഗിഗബൈറ്റിന്റെ B450 എലൈറ്റ് മോഡൽസ്. ഇതെല്ലാം B450 സീരീസിലെ നല്ല സ്ട്രോങ് മദർ ബോർഡ്സ് ആണ്. പക്ഷേ ഇപ്പം എന്തായാലും ഞാൻ അത് റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ഇതിന്റെ പ്രൈസിങ് 9000, 10,000, 12,000 ആ റേഞ്ചിലാണ്. സോ ഈ റേഞ്ചിൽ നമുക്കിപ്പം B550 നല്ല ബോർഡ്സ് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇൻ കേസ് B550 ഇറങ്ങിയില്ല എങ്കിൽ ഞാൻ ഇതേ റെക്കമെൻഡ് ചെയ്യത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പം B550 വന്നതുകൊണ്ട് ഈ ടോമഹോക്കും കാർബൺ AC ഒക്കെ എടുക്കുന്നതിൽ ഒരു കാര്യമില്ല. ഈവൻ അസ്യൂസിന്റെ B450 ഗെയിമിംഗ് F മോഡൽ ഇതെല്ലാം ഇപ്പോൾ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പം B550യുടെ നല്ല മോഡൽസിന്റെ അതേ റേഞ്ച് ആണ്. സോ എന്തായാലും 10,000 റേഞ്ചിന് മേലെയുള്ള B450 ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്തില്ല. അതിൽ പകരം B550 ആയിരിക്കും ബെസ്റ്റ്. ആൻഡ് ഓൾസോ B450 ഓണേഴ്സ് ഇൻ കേസ് 5000 സീരീസ് പ്രോസസ്സേഴ്സ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ജാനുവരി 2021 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അപ്പോഴേ അതിന്റെ ബയോസ് അപ്ഡേറ്റ് ഇറങ്ങത്തുള്ളൂ. ഓൾറെഡി ആസ്റോക്കിന്റെ ഓൺ ബയോസ് അപ്ഡേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ആസ്റോക്കിന്റെ മദർ ബോർഡാണ് ഇരിക്കുന്നത് ആൻഡ് ഒരു 5000 സീരീസ് പ്രോസസ്സർ ഉണ്ട് കയ്യിൽ. സോ എന്തായാലും അത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ നോക്കുന്നതായിരിക്കും. സോ B450 ഉണ്ടെങ്കിൽ കയ്യിൽ ജാനുവരി വരെ വെയിറ്റ് ചെയ്യുക 5000 സീരീസ് പ്രോസസ്സേഴ്സ് എടുക്കാൻ. നെക്സ്റ്റ് നമുക്ക് B550 സീരീസിലെ നല്ല ബോർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ B550ലും ഞാൻ ആദ്യം പറഞ്ഞ DS3H സീരീസ് ആണ് ഗിഗബൈറ്റിന്റെ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ബഡ്ജറ്റ് റേഞ്ചിൽ DS3H സീരീസ് ഏറ്റവും ബെസ്റ്റ് ആണ്. ആൻഡ് ഗിഗബൈറ്റിന്റെ B550M DS3H മോഡൽ അത്യാവശ്യം 3900X ഒക്കെ ഈസിലി ഹാൻഡിൽ ചെയ്യും. VRM സ്ട്രോങ് ആണ്. ബോർഡിന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിലും സ്ട്രോങ് ആണ്. B550 ആയതുകൊണ്ട് തന്നെ ഒരു PCI 4 ഗ്രാഫിക്സ് കാർഡും ഒരു PCI Gen 4 SSDയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആദ്യം ഇറങ്ങിയപ്പം 9500 റേഞ്ച് ആയിരുന്നു. ഇപ്പം ഒരു 8800 ആ റേഞ്ച് ആണ് ഇപ്പം അതിന്റെ പ്രൈസ് വരുന്നത്. B550 ചിപ്സെറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ബോർഡ്സിലും ARGB ഹെഡർ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് മദർ ബോർഡ് കൺട്രോൾ ചെയ്ത് ARGB ഫാൻസ് അല്ലെങ്കിൽ ARGB ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ഈസിലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ B550 സീരീസിലെ എല്ലാ ബോർഡ്സിലും 4 RAM സ്ലോട്ട്സ് ആണ് വരുന്നത്. സോ നമുക്ക് എക്സ്പാൻഡബിലിറ്റി ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. B550 സീരീസിലെ ഒരു ചീപ്പസ്റ്റ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡൽ മദർ ബോർഡ് നോക്കുന്നുണ്ടെങ്കിൽ അത് MSIയുടെ B450M Pro VDH വൈഫൈ ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി 9800, 10,000 റേഞ്ച് ആണ് ഇത് വരുന്നത്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു വൈഫൈ ബോർഡ് നോക്കുവാണെങ്കിൽ B550യിൽ ഇത് തന്നെ ആയിരിക്കും ഇപ്പം. ആൻഡ് സിമിലർലി ഇതേ പ്രൈസ് കാറ്റഗറിയിൽ ആസ്റോക്കിന്റെ ഒരു മദർ ബോർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് വൈറ്റ് കളർ VRMസും ടച്ച് ഉള്ള ഒരു മദർ ബോർഡാണ്. സോ ഇൻ കേസ് നിങ്ങൾ ഒരു വൈറ്റ് കളർ തീം എന്തെങ്കിലും ബഡ്ജറ്റ് റേഞ്ചിൽ ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ആസ്റോക്കിന്റെ B550M Pro 4 മോഡൽ നല്ലതായിരിക്കും. ഇതിൽ വേറൊരു സ്പെഷ്യാലിറ്റി, നോർമലി എല്ലാ മൈക്രോ ATX ബോർഡ്സിലും 4 സാറ്റോ പോർട്സ് ആയിരിക്കും വരുന്നത്. ഇതിൽ 6 സാറ്റോ പോർട്സ് ആണുള്ളത്. സോ നിങ്ങൾക്ക് ഹയർ ഹാർഡ് ഡിസ്കും SSD ഒക്കെ സ്റ്റോറേജ് ഓപ്ഷൻസ് നിങ്ങൾ യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 6 പോർട്സ് ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി B550യുടെ ATX സൈസിലോട്ട് നോക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മോഡലാണ് MSIയുടെ B550 Pro A മോഡൽ. ഇതിന്റെ VRM സ്ട്രോങ് ആണ്. മദർ ബോർഡിന്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഹെവി ആയിട്ടുള്ള ഒരു മദർ ബോർഡാണിത്. സോ ഈസിലി റൈസൻ
Ryzen 5000 സീരീസിലെ 5600X അല്ലെങ്കിൽ 5800X ഒക്കെ ഇതിൽ ഈസിലി ഓവർക്ലോക്ക് ചെയ്ത് ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. സിമിലർ പ്രൈസ് കാറ്റഗറി അല്ലെങ്കിൽ സിമിലർ ഫീച്ചേഴ്സ് ഉള്ള കുറച്ച് മദർ ബോർഡ്സ് ആണ് MSI MPEG B550 ഗെയിമിംഗ് പ്ലസ്, അതേപോലെ MSIയുടെ MAC B550 ടോമഹോക്ക്. ഗിഗബൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഗിഗബൈറ്റിന്റെ B550 ORS Pro നല്ലതാണ്, V2 മോഡൽ. അസ്യൂസിന്റെ മോഡൽ നിങ്ങൾ ഇൻ കേസ് നോക്കുന്നുണ്ടെങ്കിൽ അസ്യൂസിന്റെ ടഫ് മോഡൽസ് നല്ലതാണ്. മൈക്രോ ATX അവൈലബിൾ ആണ്, ഫുൾ സൈസ് ATX അവൈലബിൾ ആണ്. സോ അസ്യൂസിന്റെ ടഫ് ഗെയിമിംഗ് B550 പ്ലസ് മോഡലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഓൾസോ ഗിഗബൈറ്റിന്റെ ORS Elite B550 Elite മോഡൽ നോക്കുവാണെങ്കിലും കുഴപ്പമില്ല, നല്ല ബോർഡാണ്. പക്ഷേ ഇതിൽ 4 സാറ്റ പോർട്സ് മാത്രമേ വരുന്നുള്ളൂ. ഒരു നോർമൽ ATX സൈസ് എന്ന് പറയുമ്പം മിനിമം 6 എണ്ണം വരേണ്ടതാണ്, പക്ഷേ ഇതിൽ 4 എണ്ണമേ ഉള്ളൂ. സോ അതൊരു ചെറിയ ഡൗൺ സൈഡ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാത്തത്. അല്ലാതെ ബോർഡ് നല്ലതാണ്, പക്ഷേ സാറ്റ പോർട്സ് കുറവാണ്, അത്രേ ഉള്ളൂ. അസ്യൂസിന്റെ ഫാൻസ് ഉണ്ടെങ്കിലും അസ്യൂസ് ROG Strix മദർ ബോർഡ്സിന്റെ സീരീസ് വരുന്നത് 18,000 റുപ്പീസിന് മേലെയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതും 18,000 പ്രൈസ് ആയതുകൊണ്ടാണ് അസ്യൂസിന്റെ റെക്കമെൻഡ് ചെയ്യാത്തത്. അസ്യൂസിന്റെ ബോർഡ് പ്രശ്നമൊന്നുമില്ല. സോ നിങ്ങളൊരു കട്ട അസ്യൂസ് ഫാൻ ആണെങ്കിൽ കുഴപ്പമില്ല, അസ്യൂസിന്റെ B550 Strix മോഡൽ എടുക്കാവുന്നതാണ്. 18,000 റേഞ്ച് ആണ് വരുന്നത്. പക്ഷേ അതിലും താഴെ കുറഞ്ഞ റേറ്റിൽ നല്ല മദർ ബോർഡ്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രിഫറൻസ് അസ്യൂസ് ആണെങ്കിൽ അസ്യൂസ് എടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പ്രൈസ് വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ബോർഡിന് ഒരു കുഴപ്പമില്ല. സോ ഈ പറഞ്ഞ ATX സൈസ് മദർ ബോർഡ്സ് എല്ലാം തന്നെ അണ്ടർ 15,000 ഓർ 16,000 റേഞ്ചിൽ വരുന്നതാണ്. 13,000 to 15,000-16,000 ആ റേഞ്ചിൽ വരുന്ന മദർ ബോർഡ്സ് ആണ് ഇതൊക്കെ. സോ നിങ്ങൾ Ryzen 5000 സീരീസിലെ 5600X ഓർ 5700X 5800X ആയാലും ഈ മദർ ബോർഡ്സിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നല്ലപോലെ വെൽ ബിൽഡ് ആയിട്ടുള്ള മദർ ബോർഡ്സ് ആണ്. VRMs സ്ട്രോങ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ബോർഡ്സും തന്നെ 10+ ഫേസസ് വരുന്ന ചോക്സ് ആണ് VRMസിൽ യൂസ് ചെയ്തേക്കുന്നത്. സോ പവർഫുൾ ആയിട്ടുള്ള മദർ ബോർഡ്സ് ആണ് ഇതെല്ലാം. ആൻഡ് B550 ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അബവ് 16,000 റേഞ്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം 16,000 മേലെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ എന്തായാലും X570 എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം കുറച്ചുകൂടെ ബെറ്റർ ഫീച്ചേഴ്സ് ആണ് X570യിൽ വരുന്നത്. ബെറ്റർ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 1-2 ഫീച്ചേഴ്സേ ഉള്ളൂ. പക്ഷേ എന്നാലും ബോർഡ് വൈസ് X570 കുറച്ചുകൂടെ സുപ്പീരിയർ അല്ലെങ്കിൽ കുറച്ചുകൂടെ സുപ്പീരിയർ ചിപ്സെറ്റ് ആണ് X570 എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് ഡിഫറൻസ് വരുന്നത് B550 മദർ ബോർഡിൽ ഒരു PCI 4 ബേസ്ഡ് ഗ്രാഫിക്സ് കാർഡ് സ്ലോട്ടും ഒരു PCI 4 ബേസ്ഡ് SSD സ്ലോട്ടും ആണുള്ളത്. കമ്പയർ ടു X570 നോക്കുവാണെങ്കിൽ X570യിൽ 2 ഗ്രാഫിക്സ് കാർഡ് PCI 4 ഉള്ളത് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 2-3 PCI 4 ബേസ്ഡ് NVMe SSDs കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതാണ് മെയിൻ ഡിഫറൻസ്. സ്റ്റോറേജിലും ഗ്രാഫിക്സ് കാർഡ്സിന്റെ PCI 4 ഇന്റഗ്രേഷനിലാണ് ചെറിയ ഡിഫറൻസ് ഉള്ളത്. ബാക്കി പോർട്സിന്റെ 1-2 ചെറിയ ഡിഫറൻസ് ഉണ്ട്. X570യിൽ കുറച്ച് കൂടുതൽ പോർട്സ് ആണ് വരുന്നത്. അത് ഓൾമോസ്റ്റ് 1-2 ചെറിയ ഡിഫറൻസേ ഉള്ളൂ. മെയിൻലി ഡിഫറൻസ് PCI 4ന്റെ ആണ്. ഫുൾ സൈസ് ATXൽ ഒരു വൈറ്റ് തീം ബേസ്ഡ് എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ആസ്റോക്കിന്റെ സ്റ്റീൽ ലെജൻഡ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഗിഗബൈറ്റിന്റെ വിഷൻ D മോഡൽ അവൈലബിൾ ആണ് B550യിൽ. സോ ഈ 2 മദർ ബോർഡ്സിലും കുറച്ചുകൂടെ പ്രോമിനന്റ് ആയിട്ട് കാണുന്നത് വൈറ്റ് കളർ ആയിരിക്കും. വൈറ്റ് കളർ VRM ഹീറ്റ് സിങ്സ്, വൈറ്റ് കളറിന്റെ NVMe SSD ഹീറ്റ് സിങ്സും ഓൾസോ ചിപ്സെറ്റിന്റെ ഹീറ്റ് സിങ്കും കാര്യങ്ങളും എല്ലാം കുറച്ച് പെയിന്റ് ചെയ്തേക്കുന്ന വൈറ്റ് കളറിലാണ്. സോ ഒരു വൈറ്റ് കളർ തീം ബേസ്ഡ് നല്ലൊരു ബിൽഡ് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് പ്രൈസ് വൈസ് നോക്കുമ്പോൾ. പക്ഷേ വൈറ്റ് കളർ ആണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ ഇത് രണ്ടും നല്ല ബോർഡ്സ് ആണ്. സോ മോസ്റ്റ്ലി B550 കാറ്റഗറിയിൽ അബവ് 8,000 ഓർ അബവ് 9,000 വരുന്ന ഏത് ബോർഡ് എടുത്താലും നല്ല ബോർഡ്സ് ആണ്. കാരണം B550 എന്ന് പറയുന്നത് X570 ഇറങ്ങി കഴിഞ്ഞിട്ട് വന്നതാണ്. സോ X570യുടെ സിമിലർ എന്താ പറയുക VRM സ്ട്രെങ്തും ബോർഡ് ക്വാളിറ്റിയും എല്ലാം B550യിൽ അവൈലബിൾ ആണ്. സോ ബേസിക്കലി B550 സീരീസിലെ ഏത് ബോർഡ് എടുത്താലും നമുക്ക് അധികം കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് എല്ലാ ബോർഡ്സും നല്ല തന്നെയായിരിക്കും. ചെറിയ ഫീച്ചേഴ്സ് അവിടെ ഇവിടെയും കുറച്ച് വ്യത്യാസം വരുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് B550 സീരീസിൽ കുറച്ച് നല്ല മദർ ബോർഡ്സ്. ഇനി നമുക്ക് കുറച്ച് ഹയർ കാറ്റഗറി X570ലോട്ട് പോവാം. സോ X570 നോക്കുവാണെങ്കിൽ 16,000 റുപ്പീസിന് മേലെ നിങ്ങളുടെ ബഡ്ജറ്റ് ആണെങ്കിൽ X570 ബോർഡ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അതും ഇൻ കേസ് ഹെവി ആയിട്ടുള്ള ബിൽഡ് ആണ് നോക്കുന്നത്, 3900X ഓർ 3950X അല്ലെങ്കിൽ 5900X ഓർ 5950X വെച്ചുള്ള പ്രോസസ്സേഴ്സും കൊണ്ട് ഒരു PC ബിൽഡ് ചെയ്യാനാണ്. ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് സ്റ്റേഷൻ ഓർ പ്രൊഫഷണൽ യൂസ് ഓർ ലോങ് ടേം യൂസിനുള്ള ഒരു PC ആണ് നോക്കുന്നതെങ്കിൽ X570 നോക്കാവുന്നതാണ്. സെയിം വേ നിങ്ങൾ ഇൻ കേസ് PCI Gen 4 ബേസ്ഡ് 1-2 ഗ്രാഫിക്സ് കാർഡ്സ് അല്ലെങ്കിൽ 2-3 NVMe SSDs യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും X570 ബോർഡ്സ് നോക്കാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നിങ്ങളുടെ ബിൽഡിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു B550 ബോർഡ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ ഒരു PCI 4 ബേസ്ഡ് SSD യൂസ് ചെയ്യുന്നില്ല, നിങ്ങളൊരു PCI 4 ബേസ്ഡ് ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഒരു X570 ഹയർ ബോർഡ് എടുത്തിട്ട് ഒരു കാര്യമില്ല. 10,000 ഓർ 12,000 റേഞ്ചിൽ വരുന്ന ഒരു B550 ബോർഡ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. സോ X570 ബോർഡ്സ് നോക്കുവാണെങ്കിലും MSIയുടെ X570A Pro നല്ലതാണ്. MSI MPG X570 ഗെയിമിംഗ് എഡ്ജ് വൈഫൈ ബോർഡ് നല്ലതാണ്. ഇതിൽ വൈഫൈ സപ്പോർട്ട് ഉള്ളതാണ്. പ്രൈസ് വൈസ് എല്ലാം തന്നെ കുറച്ച് കൂടുതലാണ്. അബവ് 18,000 17,000 ആണ് വരുന്നത്. ഗിഗബൈറ്റിന്റെ X570 ORS Elite ബോർഡ് നല്ലതാണ്. ഇതിൽ നല്ലതാണ് വരുന്നത്. സെയിം വേ X570യിൽ അസ്യൂസിന്റെ ടഫ് എഡിഷൻ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാരണം അസ്യൂസിന്റെ ടഫ് ഗെയിമിംഗ് X570 പ്ലസ്
വൈഫൈ ബോർഡ് അതിൽ 8 SATA പോർട്സ് ആണ് വരുന്നത്. നോർമലി 6 ആണ് വരുന്നത്. അസ്യൂസിന്റെ ഈ ബോർഡിൽ 8 SATA പോർട്സ് ആണ് വരുന്നത് ആൻഡ് വൈഫൈ എനേബിൾഡ് ആണ്. സോ X570 റേഞ്ചിൽ ഒരു ബെസ്റ്റ് എന്ന് പറയുന്നത് അസ്യൂസിന്റെ ടഫ് സീരീസ് ആണ്, അല്ലെങ്കിൽ MSIയുടെ ഓൾ ടൈം ഫേവറേറ്റ് ടോമഹോക്ക് സീരീസ് ആണ്. ടോമഹോക്ക് സീരീസും MSIയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മദർബോർഡ്സിന്റെ ഒരു സീരീസ് ആണ് ടോമഹോക്ക്. B450 ടോമഹോക്ക് ആയാലും B550 ടോമഹോക്ക് ആയാലും X570 ഓർ ഇന്റൽ സൈഡ് ആയാലും ടോമഹോക്ക് മോഡൽ MSIയുടെ ഒരു മിഡ് റേഞ്ച് ഒരു 10,000 അബോവ് നിങ്ങൾ ബോർഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ ടോമഹോക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. ടോമഹോക്ക് എന്ന് നിങ്ങൾ പേര് കണ്ടെങ്കിൽ ATX സൈസിൽ ബെസ്റ്റ് ബോർഡ്സ് ആയിരിക്കും MSIയുടെ. ഓവറോൾ 16 to 22,000 റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് X570 മദർബോർഡ്സ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. സോ 2021 AMD സൈഡിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് മദർബോർഡ് എന്ന് പറയുന്നത് B550 ആയിരിക്കും. കഴിഞ്ഞ വർഷം അത് B450 ആയിരുന്നു. B450 ചിപ്സെറ്റ് ആയിരുന്നു കുറെ റൂൾ ചെയ്തത്. ഇപ്പോൾ എന്തായാലും അത് B550 മാറിയിട്ടുണ്ട്. കാരണം B450യുടെ അതേ റേഞ്ചിലോട്ട് B550യുടെ പ്രൈസസും ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. സോ ഒരു ലോവർ ബഡ്ജറ്റ് ടു മീഡിയം ബിൽഡ് അല്ലെങ്കിൽ കുറച്ച് ഹൈ ലെവൽ ബിൽഡ് ആയാലും B550 ആണ് ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള മദർബോർഡ്. ദി ബെസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് റെക്കമെൻഡഡ് മദർബോർഡ് എന്ന് പറയുന്നത്. X570 ഞാൻ പറഞ്ഞു ഹൈ എൻതൂസിയാസ്റ്റ് ബിൽഡ് അല്ലെങ്കിൽ ഹൈ ബഡ്ജറ്റ് ലോങ് ടേം യൂസ് പ്രൊഫഷണൽ യൂസിന് നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ X570 പോകാം. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഹയർ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ PCI 4 ബേസ്ഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ B550 ഈസ് ബെസ്റ്റ്. B550 തന്നെ 15,000-16,000 റേഞ്ചിലുള്ള മദർബോർഡ്സ് നോക്കിക്കഴിഞ്ഞാലും ഈസി ആയിട്ട് 5900X ഒക്കെ അതിൽ റൺ ആവും. 1-2 A320യും A520 ചിപ്സെറ്റ് ബേസ്ഡ് മദർബോർഡ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. സോ ഞാൻ പറയുന്ന ഫൈനൽ വേർഡിക്റ്റ് ഇത്രയേ ഉള്ളൂ. അധികം ക്രേസി അമൗണ്ട്സ് നിങ്ങളൊരു B550 അല്ലെങ്കിൽ X570 മദർബോർഡ്സിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം ഫ്യൂച്ചറിൽ സോക്കറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബോർഡ്സും ചേഞ്ച് ആവും. അതുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ ഇറങ്ങാനിരിക്കുന്ന പ്രോസസ്സേഴ്സും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഹയസ്റ്റ് B550 അല്ലെങ്കിൽ X570 ബോർഡ് എടുത്തിട്ട് കാര്യമില്ല. ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നത് പുതിയ ബോർഡ്സ് ആയിരിക്കും. സോ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ മിഡ് റേഞ്ചിൽ വരുന്ന X570 അല്ലെങ്കിൽ B550 ബോർഡ്സ് എടുത്താൽ മതി. B550 ആണെങ്കിൽ അണ്ടർ 15,000 റേഞ്ച് ആൻഡ് X570 ആണെങ്കിൽ അണ്ടർ 18 ഓർ 20,000 ആ റേഞ്ചിലുള്ള മദർബോർഡ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓൾസോ നിങ്ങളുടെ കയ്യിൽ ഇപ്പം നല്ലൊരു B450 മദർബോർഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ B450യുടെ ടോമഹോക്ക് ഓർ MSIയുടെ B450 കാർബൺ സീരീസ് ഓർ ഗിഗബൈറ്റിന്റെ എലൈറ്റ് ഓർ പ്രോ സീരീസ് ഈ ബോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇതും നല്ല ബോർഡ്സ് ആണ്. ഇതെല്ലാം നല്ല ഹൈലി കേപ്പബിൾ ബോർഡ്സ് ആണ്. 5000 സീരീസിന്റെ ബയോസ് അപ്ഡേറ്റ് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 5000 സീരീസിലോട്ട് ഈസിലി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സോ നല്ല ബോർഡ്സ് B450യുടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചേഞ്ച് ചെയ്യാതിരിക്കുക, അത് യൂസ് ചെയ്യാം. സോ വീഡിയോയുടെ ബോട്ടം ലൈൻ ഇത്രേ പറയാനുള്ളൂ. ചൂസ് വൈസ്ലി ആൻഡ് ഡു നോട്ട് ഓവർ സ്പെൻഡ്. അപ്പോൾ എന്തായാലും ഐ ഹോപ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കാം. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.